ഇപ്പോഴാ സമാധാനമായത്. എന്ന് വെച്ച് നമ്മളതിന്റെ തോറ്റു കൊടുക്കൊന്നുമില്ല. ഇത്രയില്ലെങ്കിലും ഇതിന്റെ ഒപ്പം വരെ ഒന്ന് വീട് എടുക്കും. അതെ, വീടടച്ച് സീൽ ചെയ്യാൻ പോവാ. ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും. അവസാനം ആഗ്രഹം എന്താണ്? അതുപോലെ അങ്ങ് ചോദിക്കുവാണേ. കുറെ ഉണ്ടുറങ്ങിയ വീടല്ലേ, ഒന്നുകൂടി കയറി കാണണമെന്നോ അല്ലെങ്കിൽ തൂണിലും തുരുമ്പിലും ഒക്കെ പിടിച്ച് കരയണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരു 5 മിനിറ്റ് സമയം തരാം. അതെ, അതിനുള്ളിൽ കരഞ്ഞങ്ങ് തീർത്തോണം. പിന്നെ ഈ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങാണേ. അതാണ് ഈ വീടിന്റെ ഒരു ക്ലൈമാക്സേ. ചന്ദ്രബോസേ, ചത്താലും തീരില്ലടാ നിന്റെ ഈ തരം താഴ്ന്ന സ്വഭാവം. ഒരു കുടുംബ പെരുവഴിയിലിറങ്ങി നിൽക്കുന്നേ, മാനസികമായിട്ട് മുറിവേറ്റ് നിൽക്കുന്നവരുടെ മുറിവില് വീണ്ടും വീണ്ടും കുത്തി നോവിക്ക. ഇതിൽ നിന്ന് എന്ത് സുഖമാടാ നിനക്ക് കിട്ടുന്നേ? ഇതെന്റെ ഒരു വാശിയാടാ. നിന്നെയും കുടുംബത്തെയും ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ളത് ഞാൻ എന്റെ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാടാ. അതാടാ ഞാൻ പാലിക്കുന്നേ. പക്ഷെ ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ ബോസേ. ഓ, ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലായിരിക്കും, നീ ഗോളും അടിക്കും. പക്ഷേ തിരിച്ചെണ്ണം പറഞ്ഞ് നിന്നെ കൊണ്ട് പറയിച്ച് തിരിച്ചടിക്കും വിഷ്ണു. ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോ? എടാ കൊച്ചനെ, ഇനി ഇതിനൊന്നും നിനക്ക് നേരം കാണുന്നില്ലടാ. നീ ഇതുവരെ പഠിച്ചതൊന്നും അല്ല ജീവിതം. നീ ഇനി പഠിക്കാൻ പോകുന്നതാണ് യഥാർത്ഥ ജീവിതം. പിള്ളേ, രാഘവേട്ടനെ കൊണ്ടുവാ. പൊന്നി, നീ വിളക്കം കൊണ്ടുവന്നേ. സാറേ, പറഞ്ഞേക്കവളോട് തൽക്കാലം ജയിച്ചു എന്ന്. ഓ, സാറേ, എന്നാ എന്തുവാടോ പിള്ളേ? എടോ പിള്ളേ, ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞേ ഇനി തന്നെ വഴക്ക് പറയത്തില്ലടോ. അല്ല, തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് ഓടി പാഞ്ഞു വന്ന് തനിക്ക് ആ പണി ചെയ്യേ വേണ്ട. സന്തോഷമായില്ലടോ തനിക്ക്? സാറേ, അതെ, എനിക്ക് സന്തോഷമായിടോ. ഇനിയിപ്പോ ഇതൊന്നും ചിന്തിച്ച് നടക്കണ്ടല്ലോ. ഇനിയിപ്പോ ഈ വീടും പറമ്പ് നോക്കിയുള്ള നടപ്പും ആർക്കും വേണ്ട. എടോ പിള്ളേ, എടോ നമ്മളൊക്കെ തീർത്ത് സ്വതന്ത്രരായടോ. രാഘവേട്ടാ,
രാഘവേട്ട വാ രാഘവേട്ട, ഇനി പറച്ചിലും ചോദ്യമൊന്നുമില്ല. വാ. അമ്മേ, വിളിക്കരുത് നീ. വന്ന ഞങ്ങളെ രണ്ടുപേരെയും പിന്നെ നീ ജീവനോടെ കാണത്തില്ല. ജീവനോടെ മാറങ്ങോട്ട്. രാഘവേട്ട വാ. ശരി കുഞ്ഞെ, നമുക്ക് തിരിച്ചു പിടിക്കാം. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു.